ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ നല്ല ചുരിദാർ കട്ട് ചെയ്ത് ടോപ്പിൻ്റെ കയറ്റ് സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് കാട്ടുന്നില്ല. സ്ലീവ് കട്ട് ചെയ്യാൻ ഈ സാരിൻ്റെ ഇതിൽ നിന്ന് എടുക്കണം കേട്ടോ. ഇതാ സാരിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വീതി തണുപ്പി നീളം ലെങ്ത്ത് കുറച്ചുണ്ട്. എനിക്ക് 17 ഇഞ്ച് ലെങ്ത്ത് മതി. 1.5 ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പക്കൂട്ടൽ 18 ഇഞ്ച് വേണം. അപ്പം ഈ 2 മടക്കാത്തുള്ളത് ഇതിന് 4ആക്കി ഫോൾഡ് ചെയ്യും. ഇപ്പോൾ 2 നല്ലത് ഇങ്ങോട്ടാക്കിയിട്ട് സ്ലീവിന് 4ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. കേട്ടോ, 4ആക്കിയിട്ട് മടക്കുക. 4ആക്കി മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത്ത് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ വീതി എത്രയാണ് നോക്കണം. വീതി മൊത്തമായിട്ടുള്ള കയ്യിൻ്റെ വീതി നമുക്ക് തന്നെ അല്ലെങ്കിൽ ഞാൻ അടിച്ച ചുരിദാറിൻ്റെ ഞാൻ കട്ട് ചെയ്ത് സ്ലീവ് എത്രയാണ് നോക്കട്ടിട്ട് പറഞ്ഞത്. നമ്മളിതിവിടെ ഒരു കയ്യിൻ്റെ ഇതാകുമ്പോൾ 9 2 പാടെ ഇങ്ങനെ ചുറ്റെടുക്കുമ്പോൾ 18 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 18 ഇഞ്ചാകുമ്പോൾ 9 ഇഞ്ച് വരും. 9 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യത്തും 11 ഇഞ്ച് വരും. ഇപ്പോൾ നമ്മുടെ 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ആ സ്ലീവിൻ്റെ കയ്യിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യില്ല, അങ്ങോട്ട് ഇതാക്കാണ്ട് ഇവിടെ 10 ഇഞ്ച് 11 ഇഞ്ചിനോട് 10 ഇഞ്ച് ആക്കുക. 10 ഇഞ്ചായിട്ട് ആവപ്പെടുത്തിട്ട് 10 ഇഞ്ച് എടുക്കുക. ഇനി നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ട് ഒരു 3.5 ഇഞ്ച് എടുക്കുക. വലിയ ആൾക്കാരാണെങ്കിൽ തടിയുള്ള ആൾക്കാർ 4 ഇഞ്ച് എടുക്കുക. ഇവിടുത്തെ നമ്മളത്തെ ഒരു മീഡിയം സൈസ് ആൾക്കാർ 3.5 ഇഞ്ച് എടുത്തത്. മറ്റേ തടി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു 3 ഇഞ്ച്, കുട്ടികൾക്കാണ് 3 ഇഞ്ച് എടുത്തത്. നമുക്ക് ഒരു 3.5 ഇഞ്ച് ഞാൻ എടുക്കണം കേട്ടോ. 3.5 ഇഞ്ച് 3.5 ഇഞ്ച് എടുത്ത് ഇനി എന്താ കേട്ടോ, ഇവിടുന്ന് ഇവിടേക്ക് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരക്കണം. ഇവിടെ ഒരു അടയാളുണ്ടായിട്ടല്ല, ഇവിടേക്ക് ഈ 3.5 ഇഞ്ചിന് നേരെ ഇവിടേക്ക് നമ്മളൊരു ലൈൻ വരക്കുക. നമ്മൾ 3.5 ഇഞ്ച് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ ഇത് കണ്ടൊക്കെ 10 ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ തയ്യൽത്തും പടക്കട്ട 10 ഇഞ്ച് എടുത്ത് അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ഇഞ്ചാക്കി ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ നേരെ അടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇതൊരു വെക്കുക. ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു 1/4 ഇഞ്ചൊക്കെ ആക്കിയിട്ട് അടിയിക്കും ഇങ്ങനെ. ഈ 3.5 ഇഞ്ചിൻ്റെ അതിട്ടം വേണ്ട കേട്ടോ, വെക്കട്ടെ ഇവിടെ കേട്ടോ. ഇതിങ്ങനെ നമ്മളിതിൻ്റെ അടിഭാഗം നമ്മൾ ഇത്ര വണ്ണം വേണ്ടിയെന്ന് നോക്കുക. താഴ്ഭാഗത്ത് എനിക്ക് തൈഭാഗം 5 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് എടുക്കുക. അപ്പോൾ 6.5 ഇഞ്ച് എടുക്കുക. 6.5 ഇഞ്ച് എടുത്തിട്ട് അവിടെ അടയാളം എടുത്തിട്ട് ഇത് നേരെ ഇങ്ങനെ 6.5 ഇഞ്ചിക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ സ്ലീവ് റെഡിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനത്തെ ഈ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ലേസ് വെക്കാൻ എന്നിട്ട് മനസ്സിലാകണം കേട്ടോ. അതിൻ്റെ ഇതാ കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുകയാണ്. എത്ര ക്ലിയർ ആക്കി വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഓക്കെ, നമ്മൾ ചുരിദാറത്തെ കഴുത്തൊക്കെ അടിച്ചത് ലൈനിങ് അടിച്ച് കാട്ടിത്തരാം. എനിക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കും ചെയ്യും. ഞാൻ തന്നെ അടിച്ച ലൈനിങ്ങിൻ്റെ ഭാഗം എടുത്ത് തുമ്പത്തൂട് പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ തുമ്പത്തൂട് അടിച്ചിട്ട് പിന്നെ ലൈനിങ് ഉള്ളിക്കട മറിച്ചിട്ടിട്ട് ഈ തുമ്പത്തൂട് ഇങ്ങനെ അടിച്ച് കണ്ടോ, പെർഫെക്റ്റായി. ഫസ്റ്റായിട്ട് അടിച്ചിട്ട് പിന്നെ കൈയും വെച്ച് സ്ലീവ് ഇതൊരു ചുടിന് സൈസ് ഷീല കേട്ടോ. കൈ സ്ലീവ് വെച്ച് ഇനി ഇവിടെ കൈ കൂട്ടി തയ്ക്കാണ്ട്. ഇത്ര ലെങ്ത്തൊന്നും എനിക്ക് ആവശ്യമില്ല, കുറച്ച് വെട്ടികളായിട്ട് ഞാൻ ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കാട്ടിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുരിദാർ കംപ്ലീറ്റ് ആയിട്ടിപ്പോൾ ഭാഗമൊക്കെ ഞാൻ ഫസ്റ്റായിട്ട് ഇട്ട് നല്ല പെർഫെക്റ്റ് ആയിക്കോട്ടെ. കൈയൊക്കെ കയ്യിൽ കുറച്ച് മാത്രമല്ല പൊടി കൊടുക്കണേ. നല്ല പേപ്പർ വെച്ചായിട്ട് ഈ ജസ്റ്റിൽ കിട്ടണം, എന്നാൽ ഒതുങ്ങി നിൽക്കും. കിട്ടും പൊന്തപ്പറല്ല, അടിത്ത ലൈനിങ്ങിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രം. നമ്മൾ അടിച്ച ചുരിദാറിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അയച്ചു കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.